ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് പോയംസ് ആണ്. ഒന്നാമത്തേത് ഇൻ ക്യോട്ടോ എന്ന് പറഞ്ഞതും രണ്ടാമത്തേത് ദ ഓൾഡ് പോണ്ട് എന്ന കവിതയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ട് കവിതയും എഴുതിയത് ഒരാളാണ്, മത്സുവോ ബാഷോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നത്തെയും പോലെ ഓതറിനെ പറ്റിയിട്ടാണ്. അപ്പം മത്സുവോ ബാഷോ അദ്ദേഹം ജനിക്കുന്നത് 1644 മരണപ്പെടുന്നത് നവംബർ 28, 1694. ഈദോ കാലത്തെ ജപ്പാനിലെ ഏറ്റവും അറിയപ്പെടുന്ന കവികളിലൊരാളായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ അദ്ദേഹം അറിയപ്പെട്ടത് ഹൈക്കായി നോ രംഗരൂപത്തിലുള്ള കവിതകളുടെ പേരിലാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കവിതകളുടെ ലോകവുമായി അടുത്ത ബാഷോ താമസിയാതെ തന്നെ ഈദോ യുഗത്തിൻ്റെ ചിന്താലോകവുമായി പരിചയപ്പെടുകയും ജപ്പാനിലുടനീളം പ്രശസ്തനാവുകയും ചെയ്തു. ചുറ്റുപാടുകളിൽ നിന്ന് നേരിട്ട് സമ്പാദിച്ച ജീവിതാനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ മുഖ്യ പ്രേരക ശക്തി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ട് പോയംസും ഹൈക്കു പോയംസ് ആണ്. അപ്പം സമ്മറി പറയുന്നതിന് മുന്നായിട്ട് നമുക്കറിയണം എന്താണ് ഹൈക്കു പോയംസ്. അത് നമുക്ക് ആദ്യം നോക്കാം. ഹൈക്കു എന്നത് ഒരു പോയറ്റിക് ഫോമാണ്. ഇത്തരത്തിലുള്ള കവിതയിലെ 3 ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ കവിതയിലെ 17 സിലബിൾസും ഉണ്ടാകും. ഹൈക്കു പോയം ഒറിജിനേറ്റ് ചെയ്തത് ജപ്പാനിലാണ്. ആദ്യം നമുക്ക് ഇൻ ക്യോട്ടോ എന്ന് പറഞ്ഞ കവിത ഡിസ്കസ് ചെയ്യാം. ഇൻ ക്യോട്ടോ ഹിയറിംഗ് ദ കുക്കു ഐ ലോങ് ഫോർ ക്യോട്ടോ. ഇവിടെ ക്യോട്ടോ എന്ന് പറയുന്ന കവിത സെറ്റ് ചെയ്തേക്കുന്നത് ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ക്യോട്ടോ എന്നത് ജപ്പാനിലെ ഒരു സിറ്റിയാണ്. അവിടെയാണ് ഇപ്പോൾ പോയിറ്റ് ഉള്ളത്. ഇൻ ക്യോട്ടോ പോയിറ്റ് ഇപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. സെക്കൻഡ് ലൈനിലെ ഹിയറിംഗ് ദ കുക്കു, പോയിറ്റിന് കുക്കു ബേർഡിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. കുക്കു ബേർഡ് മൈഗ്രേറ്റിംഗ് ബേർഡാണ്. കുക്കു ബേർഡിലൂടെ സൂചിപ്പിക്കുന്നത് സ്പ്രിംഗ് സീസണിൻ്റെ കടന്നുവരവാണ്. കൂടാതെ ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് റിന്യൂവൽ ആൻഡ് ചേഞ്ച്. ഇനി മൂന്നാമത്തെ ലൈൻ നോക്കുകയാണെങ്കിൽ ഐ ലോങ് ഫോർ ക്യോട്ടോ. പോയിറ്റ് ക്യോട്ടോ സിറ്റിയിൽ തന്നെയാണ് ഉള്ളതെങ്കിലും ക്യോട്ടോ സിറ്റിക്ക് വേണ്ടി വല്ലാതെ അദ്ദേഹം ആഗ്രഹിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ലൈൻസ് സൂചിപ്പിക്കുന്നത് ക്യോട്ടോ സിറ്റിയിലുള്ള കവിയുടെ അറ്റാച്ച്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയമാണ് ഡിസ്കസ് ചെയ്യുന്നത്, ദ ഓൾഡ് പോണ്ട്. ഈ കവിതയിൽ 3 ഇമേജസ് ആണുള്ളത്. ദ ഓൾഡ് പോണ്ട് ഒരു പഴയ കുളം, പിന്നെ പറയുന്നത് ഒരു ഫ്രോഗിൻ്റെത് പറയുന്നുണ്ട്, പിന്നെ പറയുന്നത് ഫ്രോഗ് ആ വെള്ളത്തിലേക്ക് ചാടിയ സമയത്തുണ്ടായ സൗണ്ട്. അങ്ങനെ 3 ഇമേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഇമേജ് സ്റ്റാറ്റിക് ഇമേജ് ഓഫ് ആൻ ഓൾഡ് പോണ്ട്, അല്ലെ, നിശ്ചലമായി നിൽക്കുന്ന പോണ്ട്, ഓൾഡ് പോണ്ടിനെയാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. രണ്ടാമത് പറയുന്നത് ദ സെക്കൻഡ് വൺ ഈസ് എ ഡൈനാമിക് ഇമേജ് ഓഫ് എ ഫ്രോഗ് ജമ്പിങ് ഇൻ ടു ദ പോണ്ട്. ഫ്രോഗ് ആ ഒരു ഓൾഡ് പോണ്ടിലേക്ക് ചാടുന്നതാണ് രണ്ടാമത് പറയുന്നത്. ഇനി മൂന്നാമത്തെ ലൈനിൽ പറയുന്നത് ആൻ ഓഡിറ്ററി ഇമേജ് ദാറ്റ് പ്രസൻസ് ദ സൗണ്ട് ദാറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം എ ഫ്രോഗ് ജമ്പിങ് ഇൻ ടു ദ പോണ്ട് വാട്ടർ. ആ ഒരു ഫ്രോഗ് ഓൾഡ് പോണ്ടിൻ്റെ വെള്ളത്തിലേക്ക് ചാടിയ സമയത്ത് ഉണ്ടാവുന്ന സൗണ്ട്. ഈ 3 ഇമേജസ് ആണ് ഈ കവിതയിൽ പറയുന്നത്.